നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പക്ഷേ നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ദുഷിച്ച ചിന്ത ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അമ്മേ, അത് വിളിക്കണ്ട, ചതിയനാ നീ. വന്ദന ചതയ നക്ഷത്രം. ക്ഷേത്രത്തിന് പുറത്ത് ദിവ്യനായ ഒരു സ്വാമിജിയുണ്ട്. പോകുമ്പോ അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് പോണം. ശരി ദേവേനി. സ്വാമിജി, വന്ദനം ചന്ദ്രിയെ. സ്വാമിജിക്ക് ഇപ്പോഴും എന്നെ ഓർമ്മയുണ്ടോ? നമുക്കാരെയും മറക്കാനാവില്ലല്ലോ. സുചിത്രയുടെ ഭർത്താവിന്റെ അമ്മ, തികഞ്ഞ ദേവീഭക്ത. ദൈവമേ, വലിയൊരു കുടുംബത്തു നിന്നും ഇഷ്ടപ്പെട്ട ആളോടൊപ്പം സർവ്വതും ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചവൾ. പണത്തിനെ നിങ്ങൾക്ക് കുറവുള്ളൂ. സ്നേഹനിധിയായ ഭർത്താവിന് ഒരു മാറ്റവുമില്ല. കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി മാറും. മാറ്റും ആ കരുണാനിധിയായ അമ്മ. ദേവി, മാറ്റാതിരിക്കാൻ കഴിയില്ലല്ലോ. മകളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ തന്നെ കരം പിടിച്ചു, അല്ലേ? സ്വാമി, ഭയപ്പെടേണ്ട. പാതിവൃത്യമുള്ള പത്നിയെ പാതിയാക്കുവാൻ പാരിലുദിച്ച പരമേശ്വരനാണവൻ. പരമയോഗ്യൻ. മകളുടെ മുകളിൽ പതിഞ്ഞ പാപങ്ങളുടെ നിഴലുകൾ അടർന്നു വീഴുന്നു. പൂർണ്ണമായും പാപമുക്തി നേടാൻ വിവാഹാനന്തര ചടങ്ങുകൾ മുറതെറ്റാതെ നടത്തണം. ശരി സ്വാമിജി. അതേ ചന്ദ്രികെ, വിവാഹശേഷമുള്ള ആദ്യ വിരുന്നു സദ്യയിലും ശാസ്ത്രം ഉൾക്കൊള്ളുന്നതിനാൽ ആചാരപ്രകാരം ആദ്യം അത് നടത്തണം. സദ്യയുടെ 2 നാൾക്കകം വധൂവരന്മാർ പൊക്കിൾക്കൊടി ബന്ധത്തിൽ മുറിഞ്ഞുപോയ കുടുംബ പരദേവതകളെ മനസ്സൂന്നി കുമ്പിട്ടു വണങ്ങണം. ശരി സ്വാമിജി. അവിടെ മകളുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കും. സ്വാമിജി, അവിടുന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാം ചെയ്യാം. ചെയ്തേ മതിയാകൂ. അല്ലെങ്കിൽ മഹാസമുദ്രങ്ങളിലെ കാണാച്ചുഴി പോലെ ദുർനിമിത്തങ്ങൾ പതിയിരിക്കും. അഗ്നിയാകും കാരണക്കാരൻ. മുറിഞ്ഞുപോയ ബന്ധങ്ങൾ പലതും കൂടിച്ചേരും. കാലം അവ കൂട്ടിയോജിപ്പിക്കും. ഉപാസന, മുറ തെറ്റാത്ത അനുഷ്ഠാനങ്ങൾ,
കുടുംബദേവതാ പ്രീതി, സുമംഗളം. ദൈവമേ, ചന്ദ്രികെ, ക്ഷേത്രത്തിന് പുറത്ത് അപകട സൂചന പതിയിരിപ്പുണ്ട്. നിന്റെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ സൂക്ഷിക്കണം. വെറും പാവമായ നീ അറിയാതെ നിന്നിലെ അഗ്നി പുറത്തു വരും. അത് നിയന്ത്രിക്കണം. എനിക്കൊന്നും മനസ്സിലായില്ല സ്വാമിജി. അതൊക്കെ വഴിയേ മനസ്സിലാവും. ദേവി നിന്നെ അനുഗ്രഹിക്കട്ടെ. അമ്മേ, ഞാൻ അമ്മയോട് കാണിച്ചത് വളരെ മോശമായി പോയെന്ന് എനിക്കറിയാം. അമ്മ എന്നോട് ക്ഷമിക്കണം. താലികെട്ട് മുടങ്ങിപ്പോയൊരു പെണ്ണിനെ സഹതാപം കൊണ്ട് താലി കെട്ടിയതല്ല ഞാൻ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടാ. ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയ അവളെ ബോധം കെടുത്തി താലി കിട്ടുന്നതാണോ ശരി? നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നില്ലേ? പല പ്രാവശ്യം ആലോചിച്ചതമ്മേ. പക്ഷേ വന്ദനയുടെ മറുപടി നോ എന്നാണെങ്കിൽ എനിക്ക് വന്ദനെ മാത്രമല്ല നഷ്ടമാവുന്നത്, അമ്മയെ കൂടി നഷ്ടപ്പെടും. അത് താങ്ങാനാവാത്തതുകൊണ്ട് ഞാനത് മറച്ചു വെച്ചത്. ഒരു കൂടപ്പിറപ്പിനെ പോലെ ഒപ്പം നടന്ന് നീ ഞങ്ങളെ സഹായിച്ചപ്പോ ഞാൻ കരുതി ഞങ്ങൾക്ക് തണലേകാൻ ദൈവം അയച്ച സ്വന്തം സഹോദരനാണെന്ന്. എന്റെ മകൾക്ക് തുണയായി സഹായിയായി നീ അവളെ ഒപ്പം നടന്ന് സഹായിച്ചപ്പോ ഞാൻ കരുതി അവളുടെ കൂടെ പിറന്ന സഹോദരനാണെന്ന്. പക്ഷെ നിന്റെ മനസ്സില് ഇങ്ങനെ ഒരു ദൂഷിച്ച ചിന്ത ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അമ്മേ, അത് വിളിക്കണ്ട, ചതിയനാ നീ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.